മോർണിംഗ് ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് രാത്രി 12 മണി മുതൽ ആരംഭിച്ചു. ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെ 24 മണിക്കൂറാണ് പണിമുടക്ക്. പണിമുടക്ക് കേരളത്തിൽ സമ്പൂർണ്ണമായിരിക്കുമെന്നും സ്വകാര്യ വാഹനങ്ങൾ ബലമായി തടയുകയില്ലെന്നും INTUC നേതാവ് ആർ ചന്ദ്രശേഖർ. പണിമുടക്ക് കേരളത്തിൽ സമ്പൂർണ്ണമായിരിക്കും. എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും സർവീസ് ഓർഗനൈസേഷനും എല്ലാം ഈ സമരത്തിന് അനുകൂലമാണ്. സ്വകാര്യ വാഹനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു സമരത്തിലും ബലമായിട്ട് നമ്മളങ്ങനെ തടയുന്നില്ല. ഈ സമരത്തിൽ നിന്ന് ഇപ്രാവശ്യം സമരം UDFൻ്റെ സംഘടനകൾ വേറെയും LDFൻ്റെ സംഘടനകൾ വേറെയാണ്. കാരണം കേരളത്തിലെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാഹചര്യത്തിൽ അതേപോലെ തന്നെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ. ഇതിൻ്റെ ട്രാൻസ്പോർട്ട് മന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ്, എല്ലാ ബസ്സുകളും ഓടിയാൽ കൊള്ളാം എന്നൊക്കെ ഒരു മന്ത്രി എന്നുള്ളത്. പക്ഷേ മന്ത്രിമാരാകാനായി വരുന്നവരൊക്കെ എങ്ങനെയാണ് വന്നതെന്നും മന്ത്രിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വസ്തുതയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിവാലൊപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രൻ, കോഴിക്കോട്ട് നിന്ന് ഷഹദ് റഹ്മാൻ, അതുപോലെ ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം മനീഷ് മഹിവാലിലേക്കാണ്. മനീഷ്, ഇന്നൊരു ഹർത്താലിന്റെ പ്രതീതി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. KSRTC സർക്കാർ ഒക്കെ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ്, ഏത് തരത്തിലാണിത് വരും മണിക്കൂറുകളിൽ ജനങ്ങളെ ബാധിക്കാൻ പോകുന്നത്? മനീഷ് മഹിവാൽ. വിജിത്ത്, ഞാൻ നിൽക്കുന്നത് തലസ്ഥാന നഗരിയിൽ തമ്പാനൂരാണ്. അവിടെ റെയിൽവേ സ്റ്റേഷന് മുൻപിലാണ് നിൽക്കുന്നത്. ഇന്നലെ രാത്രി 12 മണിക്ക് തന്നെ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ ഈ തമ്പാനൂരിലെത്തി ഇവിടെയുള്ള വിവിധ കടകളൊക്കെ തന്നെ അടപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ KSRTC സർവീസുകളും ഇവിടെ നിന്നും ബഹിഷ്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ സർവീസുകൾ നിർത്തിക്കൊണ്ട് ജീവനക്കാർ പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ARCC, അതായത് റീജിയണൽ ക്യാൻസർ സെൻ്ററിലേക്കും പിന്നെ ഒപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഒക്കെ തന്നെ എത്താൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് വാഹനമില്ലാത്ത ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് പോലീസ് ഒരുക്കുന്ന വാഹനമാണത്. ഈ വാഹനത്തിൽ അത്യാവശ്യ ഘട്ടം, അതായത് ആശുപത്രി ആവശ്യങ്ങൾക്ക് വേണ്ടി പോകാനുള്ളവർക്ക് വേണ്ടിയിട്ട് പോലീസ് ഒരുക്കുന്ന പ്രത്യേക വാഹനമാണിത്. ഇതിൽ ആളുകൾ വന്ന് നിറയുന്നതനുസരിച്ച് ഇത് സർവീസ് നടത്തും. ഓട്ടോകൾ, ചുരുക്കം ചില ഓട്ടോകൾ മാത്രമാണ് സർവീസ് നടത്തുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. തമ്പാനൂരിൽ നിന്ന് ഇതുവരെയും ഒരൊറ്റ KSRTC ബസ്സുകൾ പോലും സർവീസ് നടത്തുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചില ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തി പോകാൻ, എവിടേക്ക് പോകണം അല്ലെങ്കിൽ വാഹനമില്ലാത്ത ഒരവസ്ഥ കൂടിയുണ്ട്. ചേട്ടാ, എവിടെയെങ്കിലും പോകാൻ നിൽക്കുകയാണോ? हिंदी बोल हाँ पूरा भारत सब बंद हो. അങ്ങനെ പല ആളുകളും ഇവിടെ എത്തിയിട്ട് പോകാൻ പ്രശ്നമുള്ള ഉണ്ട്. പക്ഷേ തിരുവനന്തപുരത്തേക്ക് വേറെ മറ്റൊരു സ്ഥലത്തു നിന്ന് എത്തിയ വാഹനമാണ്. കൊല്ലം ഡിപ്പോയിൽ നിന്ന് എത്തിയ വാഹനമാണെന്ന് തോന്നുന്നു. അങ്ങനെ KSRTCയുടെ ചുരുക്കം ചില സർവീസുകൾ മറ്റ് ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ടെങ്കിലും പ്രധാന നഗരത്തിൽ, അതായത് തലസ്ഥാന നഗരത്തിലെ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇതുവരെയും ഒറ്റ സർവീസുകൾ നടത്തുന്നില്ല. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലുണ്ട്. ഇതുവരെയും പ്രതിഷേധക്കാർ അല്ലെങ്കിൽ സമര ട്രേഡ് യൂണിയൻ നേതാക്കളോ അല്ലെങ്കിൽ പ്രവർത്തകരോ സമരാനുകൂലികളോ അങ്ങനെ ആരെയും തടയുന്നതോ അങ്ങനെ അനിഷ്ട സംഭവങ്ങൾ ഇതുവരെയും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ തമ്പാനൂരിൽ ഓട്ടോകൾ സർവീസ് നടത്തുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങളൊക്കെ തന്നെ നിരത്തിലുണ്ട്. അങ്ങനെ സ്വകാര്യ വാഹനങ്ങൾ അത്യാവശ്യത്തിൽ ഇറങ്ങുമ്പോൾ അതിനെ തടയുകയില്ല എന്നാണ് INTUC നിലപാട് എടുത്തിട്ടുള്ളത്. പക്ഷേ സ്വകാര്യ വാഹനങ്ങൾ, സ്വകാര്യ വ്യക്തികളും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം എന്നൊരു നിലപാടാണ് CITUവിനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് തലസ്ഥാന നഗരിയിൽ നേരത്തെ തന്നെ വലിയ തർക്കമുണ്ടായിരുന്നത്. ഡയസ്നോൾ സർക്കാർ പ്രഖ്യാപിച്ചത് KCB KSRTC മേഖലകളിലാണ്. പക്ഷേ ഡയസ്നോളിനെ പൂർണ്ണമായും ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഘടനകൾ തള്ളുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് KSRTC സർവീസ് നടത്താത്തത്. ഇന്നലെ അടക്കം സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങാതിരുന്നത് വലിയ രീതിയിൽ ജനജീവിതത്തെ ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പണിമുടക്ക് ഒരു ഹർത്താലിൻ്റെ പ്രതിനിധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ രീതിയിൽ പൊതുഗതാഗതത്തെയാണ്. അങ്ങനെ ആളുകൾക്ക് സഞ്ചരിക്കാൻ ഇന്നലെയും സാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഈ രീതിയിൽ ഇന്നും KSRTCയും സ്വകാര്യ ബസ്സും ഒരുപോലെ തന്നെ പണിമുടക്കുമ്പോൾ അത് സാധാരണ രീതിയിലുള്ള പൊതുഗതാഗതത്തെ ബാധിക്കുന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഒപ്പം തന്നെ പാൽപത്രം, ആശുപത്രി പ്രവർത്തനങ്ങളല്ലാതെ മറ്റൊരു തരത്തിലും ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ സ്വകാര്യ മേഖലകളിൽ തന്നെ പൂർണ്ണമായ സ്തംഭനം ഉണ്ടാകുമെന്നാണ് നേരത്തെ തന്നെ സമരാനുകൂലികൾ അറിയിച്ചിട്ടുള്ളത്. ആ രീതിയിലുള്ള വലിയൊരു പണിമുടക്ക് ഇന്ന് 24 മണിക്കൂർ ഉണ്ടാകും. ഇന്നലെ രാത്രി തന്നെ ഇവിടെ തമ്പാനൂരിലെത്തി വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ കടകമ്പോളങ്ങളൊക്കെ തന്നെ അടച്ചിരുന്നു. അങ്ങനെ പലർക്കും ഇവിടെ എത്തിയാൽ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ തന്നെ പോകാൻ പറ്റാത്ത ഒരു പൂർണ്ണമാണ്. തിരുവനന്തപുരത്ത് നിരവധി യാത്രക്കാരെ നമുക്ക് നിരത്തുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഓട്ടോറിക്ഷകൾ ഒഴികെ മറ്റു വാഹനങ്ങൾ ഒന്നും തന്നെ നിരത്തിൽ ഇറങ്ങുന്നില്ല എന്നാണ് ഇപ്പോൾ മനീഷ് മഹിപാൽ അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റ് ജില്ലയിൽ നിന്ന് വന്ന KSRTC ഒഴികെ
വേറെ ജില്ലയിൽ നിന്നുള്ള KSRTC-കളൊന്നും തന്നെ ഇപ്പോൾ നിരത്തിൽ ഇറങ്ങിയിട്ടില്ല. ഇനി കൊച്ചിയിലേക്കാണ്. അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. അമൽ, ഗുഡ് മോർണിംഗ്. അമൽ, ഈ നേരം പുലർന്നു വരുന്നേ ഉള്ളൂ എങ്കിൽ പോലും യാത്രക്കാർ ഒരുപാട് നിരത്തിലുണ്ടോ? അതുപോലെ നേരത്തെ INTUC നേതാവ് പറഞ്ഞതുപോലെ സ്വകാര്യ വാഹനങ്ങളെ തടയില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇതുപോലുള്ള പണിമുടക്കുകൾ വരുമ്പോൾ അത് ഹർത്താലിന് സമാനമാകും എന്ന് നേരത്തെ തന്നെ കണ്ട് യാത്രക്കാർ ഇറങ്ങാതിരിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ കൊച്ചിയിൽ എവിടെയാണ് അമൽ നിൽക്കുന്നത്? അവിടുത്തെ ഒരു സ്ഥിതി എന്താണ്? അസ്മിത, ഏതായാലും സ്വകാര്യ വാഹനങ്ങളെ തടയുന്ന ഒരു സ്ഥിതി ഇപ്പോഴെന്തായാലും കൊച്ചിയിലില്ല. മറ്റൊരു ആശ്വാസകരമായ കാര്യം, കൊച്ചി മെട്രോ ഏതായാലും പണിമുടക്കിന്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ നഗരത്തിൽ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പണിമുടക്ക് കാര്യമായി ബാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം KSRTC ബസ്സുകളാകട്ടെ മറ്റ് ബസ്സുകളാകട്ടെ ഒക്കെ പണിമുടക്കിന്റെ ഭാഗമായി തന്നെ നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് എറണാകുളത്തെ പല ജനപ്രതിനിധികളുടെയും ഭാഗമായിട്ട് പണിമുടക്കിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ കുറെ കൂടി കടന്ന് പണിമുടക്കിന് ഒരു സ്റ്റാറ്റസ് ആക്കുന്ന രീതിയിലൊക്കെ വന്നത് 24 തന്നെ ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ജനങ്ങളുടെ ഒരു ദുരിതത്തിൽ ഒരു ശമനം ഉണ്ടാകും. കാരണം കൊച്ചി മെട്രോ അടക്കം നഗരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, അത്യാവശ്യമായ ഘട്ടങ്ങളിൽ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൊച്ചി മെട്രോ ഒരു ആശ്വാസം തന്നെയാണ്. അതേപോലെ തന്നെ കാണേണ്ടതാണ് ഇപ്പോൾ എയർപോർട്ടിലേക്കെല്ലാം പോകുന്നവരുണ്ട്. അത്തരത്തിൽ എയർപോർട്ടിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും പോകുന്ന വാഹനങ്ങളെ തടയുകയില്ല എന്ന് ഇന്നലെ തന്നെ ട്രേഡ് യൂണിയനുകൾ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ പാല്, പത്രം, അത്യാവശ്യമായി പോകുന്ന അല്ലെങ്കിൽ അഗ്നിശമന രക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ, ഇത്തരത്തിലുള്ള വാഹനങ്ങളൊന്നും തടയുന്ന സ്ഥിതി ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ പ്രകടമായ രീതിയിലുള്ള പല രീതിയിലുള്ള സ്തംഭനങ്ങൾ അല്ലെങ്കിൽ പണിമുടക്കുകളും ഇന്നലെ അർദ്ധരാത്രിയോട് തന്നെ പല KSRTC ഡിപ്പോകളിലും ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. സർക്കാർ സ്ഥാപനങ്ങളിൽ രാത്രിയിലും പ്രവർത്തിക്കുന്ന ചില സർക്കാർ സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ പണിമുടക്ക് ഇന്നലെ മുതൽ തന്നെ ഇന്ന് അർദ്ധരാത്രി മുതൽ തന്നെ ആവർത്തിച്ചിരുന്നു. അത് ഇന്ന് അർദ്ധരാത്രി വരെ തുടരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇന്ന് നഗരത്തിൽ പലയിടങ്ങളിലും പണിമുടക്കിന് അനുകൂലമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രകടനങ്ങളും ഉണ്ടാവുകയും ചെയ്യും. സ്മിത. ശരി, അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. ഷഹദ്, ഒരു ഹർത്താലിന്റെ പ്രതീതി തന്നെ ഉണ്ടാകാനാണ് സാധ്യത. കാരണം 10 പ്രതിപക്ഷ യൂണിയനുകളാണ് ഈ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. BMS വിട്ടുനിൽക്കുന്നുണ്ട്. പക്ഷേ അത് ഈ 10 പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ ആഹ്വാനം അത് ഉറപ്പായും ഒരു ഹർത്താലിന് സമാനമായ പ്രതീതി എന്തായാലും ഉണ്ടാക്കും. പാൽ, പത്രം, ആംബുലൻസ്, ആശുപത്രി തുടങ്ങിയ അത്യാവശ്യ സേവനങ്ങൾക്ക് മാത്രമാണ് ഇളവ് നൽകിയിട്ടുള്ളത്. കോഴിക്കോട് വരും മണിക്കൂറുകളിൽ ഈ ദേശീയ പണിമുടക്ക് എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നത്? അർജിത്ത്, അതായത് ഇപ്പം നേരം വെളുത്ത് തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ്. ഇവിടേക്ക് ആളുകളൊക്കെ വരുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ട്രെയിനുകൾ എത്താനുണ്ട്. അപ്പോൾ വിവിധ ഭാഗങ്ങളിലേക്കായിട്ട് പോകാൻ ഉള്ള ആളുകൾ ഇത്തരത്തിൽ ഇവിടെ വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ളത് ഇത്തരത്തിൽ KSRTC ബസ്സുകൾ കൂടുതലായിട്ട് സർവീസ് നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന ഘട്ടത്തിലും ഇത്തരത്തിൽ ചില KSRTC ബസ്സുകളൊക്കെ തന്നെ സർവീസ് നടത്തുന്നുണ്ട്. കൂടാതെ പോലീസിൻ്റെ സഹായം ഉണ്ടാകാറുണ്ട്. പോലീസിൻ്റെ പ്രത്യേക വാഹനങ്ങൾ ഇതിനായിട്ട് വിവിധ മേഖലയിലേക്ക് പോകാനായിട്ട് ഒരുക്കാറുണ്ട്. കൂടാതെ ചില സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും ഇത്തരത്തിൽ ഈ ബസ്സുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ വാനുകളും ഒക്കെ ഒരുക്കാറുണ്ട്. ആ ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ഈ ആളുകൾക്ക് യഥേഷ്ടം എവിടേക്കാണ് പോകേണ്ടത് ആ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ മാത്രമല്ല ഇവിടെ ഇപ്പം ഓട്ടോ വ്യാപകമായിട്ട് സർവീസ് നടത്തുന്നുണ്ട്. കോഴിക്കോട് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് ഓട്ടോയെയുമാണ്. അത്തരത്തിൽ ഓട്ടോ കൂടുതലായിട്ട് സർവീസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് പോകാനുള്ള സ്ഥലങ്ങളിലേക്ക് കൃത്യമായിട്ട് ഓട്ടോയിൽ പോകാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം ഇവിടെ കച്ചവടം നടത്തുന്ന ആളല്ലേ, എങ്ങനെ രാവിലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു? കൂടുതലായിട്ട് ആയിട്ടില്ല, ആൾക്കാർ ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പം ഏതാ ട്രെയിൻ വരാനുണ്ടോ? ഇപ്പോൾ ഒരു തിരുവനന്തപുരം ട്രെയിൻ വരാണ്ട്, ഇനി അത് വന്നാൽ ആളാവും. ഇതുവരെ അങ്ങനെ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ ഇവിടെ ഓടുന്നത് കണ്ടില്ല? ഓട്ടോറിക്ഷ മാത്രമല്ല വേറെ ഒന്നും ഓടിയിട്ടില്ല. ഇല്ല. മലയാളിയാണോ? എവിടുന്നാ? ഞാൻ മഹാരാഷ്ട്രന്ന്. അപ്പം എവിടേക്ക് പോകാനാ? ഞാൻ നാട്ടിലേക്ക് വന്നതാണ്. കോഴിക്കോടാണ്? കോഴിക്കോടാ സാർ. അപ്പം ഇനിയിപ്പം ആരെങ്കിലും വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരാൾ കൂട്ടാൻ വരുന്നുണ്ട്. ഇന്ന് പണിമുടക്കുള്ള കാര്യം അറിയാൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിമുടക്കാണ്, രാവിലെ എന്താ ചെയ്യാന്ന് വെച്ചാൽ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ആളെ വിളിച്ചിച്ച് ഇങ്ങോട്ട് ഇതാക്കിയതാണ്. അങ്ങനെ. എവിടേക്കാ പോകാനുള്ളത്? ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നതാണ്. എവിടേക്ക്, ഏത് ഭാഗത്തേക്കാ? കോഴിക്കോട് പെരുമണ്ണ ടൗൺ ഏരിയയിൽ തന്നെ. അപ്പം നമുക്കിതാ നമ്മളെ ഓട്ടോ തൊഴിലാളികളുണ്ട്. ഇന്ന് നിങ്ങൾ പണിമുടക്കൊന്നുമില്ലേ?
പണി മൊത്തം അതൊന്നും കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പം യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുത്. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണ വരെ നമ്മൾ ഓടും. അതെ അങ്ങനെയാണ്. അതായത് പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ടോ നിങ്ങൾ? പങ്കെടുക്കുകയാണെങ്കിൽ നമ്മൾ ഓടാൻ നിൽക്കില്ലല്ലോ. യാത്രക്കാരെ ബുദ്ധിമുട്ടാക്കരുത്. മറ്റുള്ള ആളുകൾ വന്നിട്ട് നിർത്താൻ പറഞ്ഞാൽ നമ്മൾ നിർത്തും. അതുവരെ നമ്മൾ ഓടിക്കൊടുക്കും. എങ്ങനെ ആളുകൾ വന്നു തുടങ്ങിയോ അവിടെ? റെയിൽവേ സ്റ്റേഷനിലായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമല്ല? വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറവാണ്, ട്രെയിനിൽ ആളുകൾ കുറവാണ്. അതുകൊണ്ടാണ് സംഭവം. ഇപ്പം ഇങ്ങനെ ഒറ്റയും തെറ്റിയും വരുന്നുണ്ട്, വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതൊക്കെ രാത്രി ഇട്ടതാണ്. അപ്പൊ ഈ ലൈന് പോയില്ല. നൈറ്റ് ഓടുന്ന വണ്ടിയാണ്. ഫുള്ള് നൈറ്റിൽ ഓടുന്ന വണ്ടികളാണ്. അപ്പൊ നൈറ്റിലുള്ള ഓടുകൾ കുറച്ച് നേരം ലൈനിലിട്ടിട്ട് അപ്പൊ അതിൽ നിന്ന് കിട്ടിയെടുത്ത് പോകും. അങ്ങനെയാണ് രജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് നമുക്കറിയാം ഓട്ടോ അത് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് ഈ ഓട്ടോ എന്ന് പറയുന്നത്. അപ്പം ഇന്നലെ നൈറ്റ് സർവീസ് നടത്തുന്ന ഓട്ടോ തൊഴിലാളികളാണ് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും പ്രതിഷേധവുമായി ആരെങ്കിലും വരികയാണെങ്കിൽ സർവീസ് നിർത്തും. അതല്ലെങ്കിൽ ഓട്ടോ ഓടാൻ തന്നെയാണ് ഇപ്പം ഓട്ടോ തൊഴിലാളികൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉണ്ടാവുക. അപ്പം അവർക്ക് അവരുടെ യഥാസ്ഥാനത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ വേണ്ടി ഓട്ടോ സർവീസ് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഇപ്പം അവർ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ വിവിധ സന്നദ്ധ സംഘടനകളൊക്കെ നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഓൾറെഡി അവരുടെ ഭാഗത്തു നിന്നുള്ള സർവീസുകൾ ഉണ്ടാകുമെന്നുള്ളത്. ജീപ്പ് അതുപോലെ തന്നെ ചില മിനി വാനുകളൊക്കെ ഉപയോഗിച്ച് ഇത്തരത്തിൽ ആളുകളെ യഥേഷ്ടം അവരുടെ ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്യും. മാത്രമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുകയും ഇവിടെ നിന്ന് പോവുകയും ഒക്കെ ചെയ്യുന്നതാണ്. പിന്നെ ഈ പണിമുടക്കിനെ സംബന്ധിച്ചിടത്തോളം പണിമുടക്ക് നേരത്തെ പ്രഖ്യാപിച്ചതായതുകൊണ്ട് ഒരു പക്ഷേ ഇത്തരത്തിൽ ആളുകൾ പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാകാം. എന്തായാലും അല്പസമയത്തിനകം കൂടുതൽ ട്രെയിനുകൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ റെയിൽവേയിലേക്ക് എത്തിച്ചേരും. ആ ഘട്ടത്തിലാകും നമുക്ക് ഇതിന്റെ ഒരു രൂക്ഷത എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ആളുകളെ ഇത് ബാധിച്ചു എന്ന സംബന്ധിച്ച് പറയാനാവുന്ന വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ ഓട്ടോറിക്ഷ റെയിൽവേ സ്റ്റേഷന് സമീപം ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ തടയുകയാണെങ്കിൽ അവരപ്പോൾ പണിമുടക്കി മാറി നിൽക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച നിലയിൽ ആകും എന്നുള്ളതാണ് ഇന്ന് പ്രഭാതത്തിലെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ബൽറാം നെടുങ്ങാടിയിലേക്ക് നമ്മൾ പോവുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. ദേശീയ പണിമുടക്കാണ്. കേരളത്തിൽ നമ്മളിപ്പോൾ പലയിടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ നമുക്ക് റിപ്പോർട്ടുകൾ നൽകുകയായിരുന്നു. ഏറെക്കുറെ KSRTC ഒന്നും ഓടുന്നില്ല, ഓട്ടോറിക്ഷകൾ അങ്ങിങ് ഓടുന്നു, യാത്രക്കാരും കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച് യാത്രക്കാർ മാത്രം നിരത്തിലുള്ളൂ. അവിടുത്തെ ഒരു സ്ഥിതി എന്താണ്? വെരി ഗുഡ് മോർണിംഗ് സ്മിത. ഡൽഹിയിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ പണിമുടക്ക് ശാന്തമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വാഹനങ്ങളെല്ലാം തന്നെ സാധാരണ നിലയിൽ നിരത്തിൽ ഇറങ്ങുന്നുണ്ട്. ബസ്സുകൾ, ടാക്സികൾ, ഓട്ടോകൾ ഉൾപ്പെടെയുള്ളവ എല്ലാം തന്നെ സർവീസ് നടത്തുന്നുണ്ട്. പൊതുജന ജീവിതത്തെ ഈ ഒരു ഘട്ടത്തിൽ ഒരു തരത്തിലും ഈ പൊതുപണിമുടക്ക് ബാധിച്ചിട്ടില്ല. ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകൾ ഉൾപ്പെടെ രാവിലെ മുതൽ തന്നെ സാധാരണ നിലയിൽ തന്നെ സർവീസ് നടത്തുന്നുണ്ട്. സാധാരണ നിലയിലും ഡൽഹിയിൽ ഈ പൊതുപണിമുടക്കുകൾക്ക് അത്രത്തോളം നല്ല പ്രതികരണം ലഭിക്കാറില്ല. ടാക്സികളും ബസ്സുകളും ഉൾപ്പെടെയുള്ളവ എല്ലാം തന്നെ സർവീസ് നടത്തുക പതിവാണ്. എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യാവസായിക മേഖലയെയും കാർഷിക മേഖലയെയുമാണ് പൊതുപണിമുടക്ക് ബാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. ഡൽഹിയുടെ അതിർത്തി മേഖലകളിലുള്ള വ്യാവസായിക മേഖലകൾ, ഈ മേഖലകളിലെ തൊഴിലാളികളെല്ലാം തന്നെ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. കാരണം 10 ട്രേഡ് യൂണിയൻ സംഘടനകൾ ഈ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് അവർ ഉൾപ്പെടുന്ന സംഘടനകൾ എല്ലാം തന്നെ പണിമുടക്ക് ഇന്ന്. അതേസമയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പഞ്ചാബിൽ, ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കർഷകരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ശക്തമായി തന്നെ ഉണ്ടാകും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കർഷക സംഘടനകൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളാണ് ഇവ രണ്ടും. അതുകൊണ്ട് തന്നെ പൊതുപണിമുടക്ക് ശക്തമാകും. ഒപ്പം ബീഹാറിലും ശക്തമായി പണിമുടക്കും പ്രതിഷേധ പ്രകടനങ്ങളും നടക്കും. ബീഹാറിൽ ഇടതു പാർട്ടികളും ഒപ്പം തന്നെ RJDയും പൊതുപണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികളിൽ കോൺഗ്രസ് ഒഴികെയുള്ളവ എല്ലാം തന്നെ പൊതുപണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സംഘടനയായ തൊഴിലാളി സംഘടനയായ INTUസും പണിമുടക്കിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പണിമുടക്ക് ശക്തമായി തന്നെ ബീഹാറിൽ പ്രതിഫലിക്കും. ജാർഖണ്ഡിൽ അടക്കം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും പണിമുടക്ക് ശക്തമാകും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന സൂചനകൾ. ബംഗാളിൽ സാധാരണ തൃണമൂൽ കോൺഗ്രസ് ഈ തൊഴിലാളി സംഘടനകളുടെ പണിമുടക്കിനോട് അനുഭാവം പ്രകടിപ്പിക്കാറില്ല എങ്കിൽ പോലും ഇത്തവണ ഈ ഒരു കേന്ദ്ര സർക്കാരിനെതിരായ ഒരു
പണിമുടക്കിൽ തൃണമൂൽ കോൺഗ്രസും സഹകരിക്കും എന്നാണ് തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ബംഗാളിലും ശക്തമായി തന്നെ പണിമുടക്കിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും വ്യാവസായിക മേഖലയെ തന്നെയായിരിക്കും പൊതുപണിമുടക്ക് ബാധിക്കുക. ഒപ്പം തന്നെ ഗ്രാമീണ തൊഴിലാളികൾ, കർഷകർ എന്നിവർ പണിമുടക്കിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ശരി, പഞ്ചാബ്, ഹരിയാന, ബംഗാൾ, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളെയൊക്കെ വരും മണിക്കൂറുകളിൽ പൊതുപണിമുടക്ക് കാര്യമായി തന്നെ ബാധിക്കാനാണ് സാധ്യത. ഡൽഹിയിലെ രാവിലത്തെ കാഴ്ചകളിൽ നിന്ന് പൊതുപണിമുടക്ക് കാര്യമായി പൊതുജനങ്ങളെ ബാധിച്ചിട്ടില്ല. അവിടെ വാഹനങ്ങളൊക്കെ സർവീസ് നടത്തുന്ന നിലയുണ്ട്. ബൽറാം നെടുങ്ങാടി അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കോട്ടയത്തേക്ക് പോയാൽ ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, കേരളത്തിൽ അതൊരു ഹർത്താലിന്റെ പ്രതീതി തന്നെ ഉണ്ടാക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാന പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളൊക്കെ ഈ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പൊതുജനങ്ങൾ അതിനോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കടകമ്പോളങ്ങളൊക്കെ അടഞ്ഞുകിടക്കാനുള്ള സാധ്യത, വാഹന ഗതാഗതം വലിയ രീതിയിൽ തടസ്സപ്പെടാനുള്ള സാധ്യതയൊക്കെ വരും മണിക്കൂറുകളിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് കോട്ടയത്ത് രാവിലെ കാണാൻ കഴിയുന്ന കാഴ്ചകൾ, ടോബി? ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം തിരുനക്കരയിലാണ്. ഈ ഒരു സമയത്ത് സജീവമാകുന്ന ഒരു സ്ഥലമാണ്, അതായത് കോട്ടയം നഗരമധ്യമാണ്. പക്ഷേ ഇവിടെ നമുക്ക് കാണാം അധികം ആളുകളൊന്നുമില്ല. സാധാരണ ഈ പ്രദേശത്തൊക്കെ ജോലിക്ക് പോകുന്നതിന് വേണ്ടിയൊക്കെ ആളുകളൊക്കെ നിരവധി പേർ വന്ന് ബസ് കയറുന്ന കാഴ്ച നമ്മൾ കാണാറുള്ളതാണ്. പക്ഷേ ഇന്ന് ആളുകൾ വളരെ കുറവാണ് എന്ന് തന്നെ നമുക്ക് നോക്കാം. ഈ കടന്നു പോകുന്ന MC റോഡാണ്. MC റോഡിലും സമാനമായ രീതിയിൽ വാഹനങ്ങൾ കുറവാണ്. സാധാരണ നിരവധി വാഹനങ്ങൾ ഈ സമയത്ത് ഇതിലെ കടന്നു പോകുന്നതാണ്. പക്ഷേ ആ വാഹനങ്ങൾ വളരെ കുറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദീർഘദൂര സർവീസുകൾ മാത്രമാണ്, അതായത് ബസ്സുകൾ, ലോറികൾ, വലിയ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, രാത്രിയിൽ പുറപ്പെട്ട വാഹനങ്ങൾ, എയർപോർട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾ, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വാഹനങ്ങൾ മാത്രമാണ് ഈ വഴിയിലൂടെ ഇപ്പോൾ കടന്നു പോയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റ് വാഹനങ്ങളൊന്നും തന്നെ, ബസ്സുകളോ ഓട്ടോറിക്ഷകളോ ഒന്നും തന്നെ സർവീസ് നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വരും മണിക്കൂറുകളിൽ കുറച്ചുകൂടി പണിമുടക്ക് എന്നുള്ള കാര്യത്തിൽ തൊഴിലാളി ദ്രോഹ ലേബർ കോഡുകൾ പിൻവലിക്കുക, അതുപോലെ തന്നെ മിനിമം വേതനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു ദേശീയ പണിമുടക്ക് നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിലെ നേതാക്കൾ ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത്, ഒരു തരത്തിലും ജനങ്ങളെ നിർബന്ധിപ്പിച്ച് വണ്ടികൾ തടയുകയോ അല്ലെങ്കിൽ കടകൾ അടപ്പിക്കുകയോ ചെയ്യില്ല. പക്ഷേ ഈ ആവശ്യങ്ങൾ മനസ്സിലാക്കി സഹകരിക്കാൻ പൊതുജനങ്ങളും മറ്റുള്ളവരും തയ്യാറാകണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ നമുക്ക് ഇന്നലെ വൈക്കത്ത് നിന്ന് ലഭിച്ച ഒരു വിവരം, ഇന്നലെ നിർബന്ധിപ്പിച്ച് ചില സ്ഥലങ്ങളിൽ നാളെ കട തുറക്കരുത് എന്നുള്ള ചില നിർദ്ദേശങ്ങൾ നൽകിയതായിട്ടുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കോട്ടയത്ത് സമാനമായ സാഹചര്യമാണ്. രാവിലെ മുതൽ തെരുവുകൾ ശൂന്യമാണ്. ഒറ്റയായിട്ടുള്ള ചില വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്. തൃശ്ശൂരിലേക്കാണ് ഇനി പോകുന്നത്. സൂരജ് സജ്ജി അവിടെ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, പലയിടങ്ങളിലും രാവിലെ മുതൽ തിരക്ക് വളരെ കുറവാണ്. ഹർത്താലിന് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? രാവിലത്തെ തൃശ്ശൂരിലെ സ്ഥിതി പക്ഷേ നേരെ തിരിച്ചാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നഗരത്തിലുടനീളം വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ പതിവിൽ സാധാരണഗതിയിലുള്ള അത്ര തിരക്കില്ലെങ്കിൽ പോലും സ്വകാര്യ വാഹനങ്ങൾ അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷകളെല്ലാം തന്നെ ഉണ്ട്. പ്രധാനമായും ഈ ശക്തൻ ബസ് സ്റ്റാൻഡിലാകട്ടെ, അതോടൊപ്പം തന്നെ KSRTC ബസ് സ്റ്റാൻഡിലാകട്ടെ, റെയിൽവേ സ്റ്റേഷനിലാകട്ടെ, അവിടെയെല്ലാം തന്നെ ഓട്ടോറിക്ഷയും ടാക്സിയും എല്ലാം സർവീസ് നടത്തുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഞാനുള്ളത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ സാധാരണഗതിയിലുള്ളതുപോലെ തന്നെ ഓട്ടോറിക്ഷ സർവീസുകളുണ്ട്. അതോടൊപ്പം തന്നെ ചുവട്ടുതൊഴിലാളികളടക്കം, റെയിൽവേ പോർട്ടർമാരടക്കം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഈ ട്രെയിനിലെത്തുന്ന യാത്രക്കാരുടെ ഈ പെട്ടികളടക്കം പുറത്തേക്ക് കൊണ്ടുവരുന്ന ചുമട്ടുതൊഴിലാളികളടക്കം അവരെല്ലാവരും തന്നെ സജീവമായി തന്നെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ തൃശ്ശൂർ നഗരത്തെ സംബന്ധിച്ച് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ KSRTC ബസ്സും പണിമുടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ സംബന്ധിച്ച് ഈ ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ടാക്സിയോ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ട്രെയിനിൽ വന്നിറങ്ങുന്ന ആളുകളുടെ എണ്ണത്തിലൊക്കെ കുറവുണ്ട്. പക്ഷേ ഒരു ഹർത്താലിനൊക്കെ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ എന്നാൽ പോലും വരും മണിക്കൂറുകളിൽ തൃശ്ശൂരിലും സ്ഥിതി അത്തരത്തിൽ തന്നെ ആകും എന്നുള്ള ഉറപ്പാണ്. ഇപ്പോൾ നിലവിൽ ഈ പ്രധാന ഇടങ്ങളിലെല്ലാം തന്നെ ടാക്സിയും അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ സർവീസുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. നഗരത്തിലെ പ്രധാന ഇടങ്ങളിലെല്ലാം തന്നെ നിലവിൽ ഓട്ടോറിക്ഷ സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും, അത് വിരലിലെണ്ണാവുന്ന KSRTC ബസ്സുകൾ മാത്രമാണ് തൃശ്ശൂരിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്വകാര്യ ബസ്സുകൾ തീർത്തും പണിമുടക്കുകയാണ്. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് വിവിധ ട്രേഡ് യൂണിയനുകൾ ദേശീയ
പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാത്രി 12 മണി മുതൽ ആ പണിമുടക്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ 6 മണിക്കൂർ പണിമുടക്ക് പിന്നിടുകയാണ്. 24 മണിക്കൂർ ദേശീയ പണിമുടക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സാഹചര്യം എന്താണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിൽ പൊതുവെ ചിലയിടങ്ങളിൽ രാവിലെ ഓട്ടോറിക്ഷകളൊക്കെ ഓടുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ സ്വകാര്യ ബസ്സുകളുടെ സർവീസ് തടസ്സപ്പെടാൻ തന്നെയാണ് സാധ്യത എന്നാണ് കരുതുന്നത്. വരും മണിക്കൂറുകളിൽ പൊതുജനങ്ങൾ ഈ പണിമുടക്കിനോട് സഹകരിക്കണം എന്നുള്ള ആവശ്യം വിവിധ ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ പുറത്താക്കാൻ ഗവർണർ. സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ ഗവർണർ അസാധുവാക്കും. സിൻഡിക്കേറ്റ് തീരുമാനം നിയമവിരുദ്ധമാണെന്ന് കാണിച്ച് താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് ചാൻസലറായ ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനം റദ്ദാക്കി ഗവർണർ ഇന്ന് ഉത്തരവിറക്കും. മനീഷ് മഹിപാലാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മനീഷ, ഈ ഗവർണർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഇന്നലെ ഉത്തരവുണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നലെ അതുണ്ടായില്ല. ഇന്നിപ്പോൾ ഈ സസ്പെൻഷൻ പിൻവലിച്ച തീരുമാനം റദ്ദാക്കി ഉത്തരവുണ്ടാകുമോ? കൂടുതൽ വിവരങ്ങൾ പറയും. സ്മിത, ഇന്നലെ തലസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഇതുവരെ കാണാത്ത വലിയ പ്രതിഷേധം SFIയുടെ പ്രതിഷേധമുണ്ടായി. പോലീസുമായി തന്നെ SFI പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് പുതിയ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന അവധിക്ക് പോയ VC വൈസ് ചാൻസലർ ഇന്ന് വീണ്ടും ചുമതലയേൽക്കുന്നത്. അങ്ങനൊരു സാഹചര്യം ഉണ്ട്, സർവകലാശാലയിലുണ്ട്. ഒപ്പം തന്നെ നേരത്തെ രജിസ്ട്രാറുടെ സസ്പെൻഷനെ സംബന്ധിച്ച് നേരത്തെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ഈ രജിസ്ട്രാറുടെ രജിസ്ട്രാർക്കുണ്ടായ സസ്പെൻഷൻ നടപടി പിൻവലിച്ചിരുന്നു. പക്ഷേ ഇത് പിൻവലിച്ച നടപടി റദ്ദാക്കാനുള്ള നീക്കവുമായിട്ടാണ് വീണ്ടും ഗവർണറും VCയും എത്തുന്നത്. പക്ഷേ ഇതുമായി സംബന്ധിച്ച് സാങ്കേതിക പ്രശ്നങ്ങളാണ്. അതായത് സർവകലാശാലയെ സംബന്ധിച്ചുള്ള സാങ്കേതികപരമായി VCക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ടോ അല്ലെങ്കിൽ ഗവർണർക്ക് നേരിട്ട് ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്നുള്ള തർക്കം നിലനിന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിലായിരുന്നു. ആ സിൻഡിക്കേറ്റ് യോഗം തീരുമാനമെടുത്തത്, കോടതിയിലടക്കം സത്യവാങ്മൂലം കൊടുക്കുന്ന സമയത്ത് തീരുമാനമെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലർക്ക് അധികാരമില്ല, രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാൻ വൈസ് ചാൻസലർക്ക് അധികാരമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഗവർണർ തന്നെ ചാൻസലർ കേരള സർവകലാശാലയുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ നേരിട്ട് തന്നെ ഈ രജിസ്ട്രാർക്കെതിരെ നടപടി വേണം എന്നൊരു ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് നേരിട്ട് ഇറക്കിയിട്ടില്ല. പക്ഷേ സർവകലാശാലയിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഗവർണർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് തന്നെ പോലീസ് തന്നെ അന്വേഷണം നടത്തണം. കോടികളുടെ അഴിമതി സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ കത്ത് കൈമാറിയിട്ടുള്ളത്. പോലീസ് മേധാവിക്ക് ഗവർണർ കത്ത് കൈമാറിയിട്ടുള്ളത്. ആ രീതിയിൽ ഗവർണറുമായിട്ടുള്ള സർക്കാർ ഗവർണർ പോരിൽ സാങ്കേതികപരമായിട്ടുള്ളൊരു പോര് തുടരുകയാണ്. കാരണം ആർക്കാണ് ചട്ടലംഘനം നടത്തുന്നത്, ആരാണ്, ഏത് രീതിയിൽ ആർക്കാണ് ഇത്തരത്തിൽ നടപടിയെടുക്കാൻ കഴിയുന്നതെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും നിയമപരമായ പോരാട്ടവും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ നോക്കിക്കാണേണ്ടത് ഇന്ന് മോഹൻ കുന്നുമ്മൽ, അതായത് വൈസ് ചാൻസലർ ചുമതല എടുക്കുമ്പോൾ ഏത് രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവും. SFI പ്രവർത്തകർ ഇന്നലെ സംസ്ഥാന സെക്രട്ടറി അടക്കം 27 പേരാണ് ഇന്നലെ റിമാൻഡ് ചെയ്യപ്പെട്ടത്. അങ്ങനെ SFI പ്രവർത്തകർക്കും പോലീസിനും പരിക്കുണ്ടായി. അങ്ങനെയാണെങ്കിൽ മോഹൻ കുന്നുമേലും ഒപ്പം തന്നെ ഗവർണറെയും ഇന്നും അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളൊക്കെ തന്നെ ഇവർക്കെതിരായ വലിയ പ്രതിഷേധം തലസ്ഥാന നഗരിയിലും മറ്റ് ജില്ലകളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ രജിസ്ട്രാർക്കെതിരായ നടപടി അതുമായി ബന്ധപ്പെട്ട നടപടിയുടെ രജിസ്ട്രാറെ തിരിച്ചെടുത്ത സിൻഡിക്കേറ്റിന്റെ തീരുമാനം രാജ്ഭവൻ റദ്ദാക്കും, ഗവർണർ റദ്ദാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പോരിനെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കും, നിയമ പോരാട്ടത്തിന് വഴിവെക്കും. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പത്തനംതിട്ട കോന്നിയിലെ ക്വാറി അപകടത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർ നാളെ പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട്. കോന്നി ക്വാറി അപകടത്തിന് പുറമെ മറ്റ് ക്വാറികളുടെ പ്രവർത്തനം സംബന്ധിച്ച് വിവരങ്ങളും യോഗത്തിൽ ചർച്ചയാകും. 24 ബ്രേക്കിംഗ്. AV ജയശങ്കർ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, ഗുരുതരമായ പരാതികൾ ഈ ക്വാറിക്കെതിരെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് പ്രവർത്തിക്കുന്നത് തന്നെ വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. ഈ അനുവദനീയമായ അളവിലാണോ അവിടെ നിന്ന് പാറ പൊട്ടിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വിശദമായ അന്വേഷണം നടക്കാൻ പോവുകയാണ്. ഒപ്പം തന്നെ ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ മറ്റു ക്വാറികളുടെ പ്രവർത്തനം സംബന്ധിച്ചും പരിശോധന ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിന്റെ നീക്കം, ജയശങ്കർ? അതായത് റീജിത്ത്, എന്തായാലും ഈ കോന്നിയിലെ ക്വാറി അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നാളെ നടക്കുന്ന യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. ഈ ക്വാറിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ അമിതമായ രീതിയിൽ വെടിമരുന്ന് ഉപയോഗിച്ച് പാറ പൊട്ടിക്കൽ നടത്തിയോ മറ്റേതെങ്കിലും ചട്ടലംഘനം ഈ ക്വാറിയുമായി ബന്ധപ്പെട്ടുണ്ടായോ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ നാട്ടുകാർ ഈ ക്വാറിയുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഉന്നയിച്ച
ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. മുഴുവൻ വകുപ്പ് മേധാവിമാരെയും ഈ യോഗത്തിലേക്ക് ജില്ലാ കളക്ടർ വിളിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ജില്ലയിലെ ഈ മുഴുവൻ കൂറികളിലും ഈ ജീവനക്കാരുടെ സുരക്ഷ വിലയിരുത്താൻ, ഉറപ്പാക്കാൻ തൊഴിൽ വകുപ്പിന് കളക്ടർ ഇതിനകം തന്നെ നിർദ്ദേശം നൽകിയതായും മനസ്സിലാക്കുന്നു. എന്തായാലും ഈ യോഗത്തിൽ ജില്ലയിലെ മറ്റു കൂറികളുടെ സുരക്ഷ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉൾപ്പെടാനാണ് സാധ്യത. അത്തരം ഒരു പൊതു കാര്യം കൂടി ഈ യോഗത്തിന്റെ ഭാഗമാകും. എന്തായാലും ജില്ലയിലെ കോറികളുടെ സുരക്ഷ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം വലിയൊരു ഇടപെടൽ നടത്താൻ പോകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാവാൻ. എന്തായാലും ഈ യോഗം നാളെയാണ് ചേരുന്നത്. ഈ യോഗത്തിൽ എന്തായാലും പൊതുവിൽ കോന്നിയിലെ ഈ കോറി അപകടവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ജില്ലയിലെ മറ്റ് കോറികളുടെ പ്രവർത്തനം സംബന്ധിച്ചുള്ള കാര്യങ്ങളും എന്തായാലും ചർച്ചയാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുഴുവൻ വകുപ്പ് പ്രതിനിധികളും വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകളും ഈ യോഗത്തിൽ പങ്കെടുക്കും. നാട്ടുകാരുടെ പരാതികൾ ഉൾപ്പെടെ ഈ യോഗത്തിൽ പരിശോധിക്കപ്പെടുമെന്നാണ് ജില്ലാ കളക്ടർ എന്തായാലും പറയുന്നത്. സമഗ്രമായ പരിശോധന ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമെന്നും ജില്ലാ കളക്ടർ നിലവിൽ വ്യക്തമാകുന്നു. എന്തായാലും ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തിയ അജയ് റായുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം നൽകും. എന്തായാലും വലിയ വൈകാരിക സാഹചര്യത്തിൽ കൂടിയാണ് അജയ് റായുടെ കുടുംബം ഇന്നലെ പ്രതികരിച്ചത്. ആ കുടുംബത്തിനൊപ്പം ഉണ്ടാവുന്ന കളക്ടർ അറിയിക്കുകയും ചെയ്തിരുന്നു. അതെ, വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ നമ്മൾ അവിടെ നിന്ന് കണ്ടത്. സഹോദരന്റെ സങ്കടം. ഇത്രയും അപകടം പിടിച്ച ഒരിടത്താണ് പണി ചെയ്യുന്നതെന്ന് അറിഞ്ഞിരുന്നതേയില്ല. എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നയാളായിരുന്നു. ആ രീതിയിൽ സങ്കടകരമായ കാര്യങ്ങളാണ്. ഇനിയും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അന്വേഷണങ്ങൾ നടക്കണം, പരിശോധനകൾ, അതുപോലെ കർശനമായ ഈ ക്വാറികളുടെ പ്രവർത്തനത്തിലൊക്കെ തന്നെ കർശനമായ നിയന്ത്രണങ്ങളും നിയമങ്ങളും കൊണ്ടുവരേണ്ടതുണ്ട്. എ വി ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ ഈ ഹർത്താലിനോട് അനുബന്ധിച്ചുള്ള ഒരു വിവരം ശ്യാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. KSRTC ബസ് തടഞ്ഞു എന്നൊരു പരാതി. കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് സ്വിഫ്റ്റ് ബസ് അത് തടഞ്ഞു എന്നാണ് പരാതി വരുന്നത്. പോലീസ് ഇക്കാര്യത്തിൽ സഹായിച്ചില്ല എന്നുള്ള പരാതിയും ഉയരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്താം. അതിനു മുമ്പ് മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ശ്രമം തുടർന്ന് ആക്ഷൻ കൗൺസിൽ. ഇന്ന് യമനിലെത്തുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബു മഹദിയുടെ കുടുംബവുമായി ചർച്ചകൾ തുടരും. തലാലിന്റെ കുടുംബത്തിന് ദയാധനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. സനായിലുള്ള തലാലിന്റെ കുടുംബം മാപ്പ് നൽകുക മാത്രമാണ് നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏക മാർഗം. നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 16 നടപ്പാക്കാനാണ് ജയിൽ അധികൃതർക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ നൽകിയിട്ടുള്ള നിർദ്ദേശം. വിഷയത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണവും ഇന്നുണ്ടാകുമെന്നാണ് സൂചന. മോർണിംഗ് ന്യൂസ് വീണ്ടും വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് തുടരുകയാണ്. അർദ്ധരാത്രി 12 മണിവരെ 24 മണിക്കൂറാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് പൊതുഗതാഗതം താറുമാറായിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് അവിടെ നിന്ന്. വിപിൻ, മറ്റ് ജില്ലകളിലൊക്കെ തന്നെ വളരെ കുറച്ച് യാത്രക്കാരെ മാത്രമേ നിരത്തിൽ കാണാൻ കഴിഞ്ഞുള്ളൂ. നേരം പുലർന്നു വരുന്നേ ഉള്ളൂ. പക്ഷേ ഓട്ടോറിക്ഷകൾ അവിടെ ഇവിടെ ഉണ്ടെങ്കിലും മറ്റ് പൊതുഗതാഗതങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാക്കിയത്. മലപ്പുറത്ത് എങ്ങനെയാണ്? വിപിൻ എവിടെയാണ് നിൽക്കുന്നത്? ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലോ മറ്റോ ആണോ? വാഹനങ്ങൾ ഓടുന്നുണ്ടോ? KSRTCയുടെ കാര്യം എന്താണ്? ഗുഡ് മോർണിംഗ് സ്മിത, റിജിത്ത്. ഞാൻ നിൽക്കുന്നത് മലപ്പുറത്തെ KSRTC സ്റ്റാൻഡിലാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ 2 ബസ്സുകൾ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. അത് ഹരിപ്പാടിലേക്കും ഒപ്പം തന്നെ കോഴിക്കോടിലേക്കുമുള്ള 2 ബസ്സുകളാണ് ഇവിടുന്ന് യാത്ര ആരംഭിച്ചിരിക്കുന്നത്. 4:10 പോകേണ്ട ഹരിപ്പാട് ബസ്സായിരുന്നു, പക്ഷെ അത് ഇതുവരെയും പിടിച്ചു നിർത്തി. അതിനുശേഷം ഇപ്പോൾ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ കൂടി പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇവിടെ നിന്നും, അതായത് അവരുടെ ഒരു സുരക്ഷ ഒരുക്കും, ഈ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനുള്ളൊരു സുരക്ഷ ഒരുക്കും എന്നുള്ളൊരു ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ബസ്സുകൾ ഇപ്പോൾ യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. ഹരിപ്പാട് ിലേക്കൊക്കെ മുൻപ് തന്നെ ബുക്ക് ചെയ്തിരുന്ന ആളുകളായിരുന്നു അതിൽ യാത്ര. പക്ഷേ വളരെ കുറച്ച് യാത്രക്കാരേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ കുറച്ച് യാത്രക്കാർ മാത്രമേ ഉള്ളൂ. മറ്റ് KSRTC ബസ്സുകളൊന്നും തന്നെ ഓടിയിട്ടില്ല. ഈ പാലക്കാട് കോഴിക്കോട് ഒരു 2 ബസ്സുകൾ ഇപ്പോൾ ഏകദേശം ഒരു പുലർച്ചയോട് കൂടി തന്നെ ഇവിടെ നിന്ന് സർവീസ് നടത്തിയിട്ടുണ്ട്. മറ്റു ബസ്സുകളുടെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള കുറവുണ്ട്. അപ്പോൾ യാത്രക്കാർ വരുന്നതിനനുസരിച്ച് ഒരു സുരക്ഷ ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് സർവീസ് നടത്തും എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് സുരക്ഷ ഒരുക്കുമെന്നുള്ളത് പോലീസും അറിയിക്കുന്നുണ്ട്. എന്തായാലും പോലീസിൻ്റെ സാന്നിധ്യം ഇപ്പോൾ KSRTC സ്റ്റാൻഡിലുണ്ട്. ഇവിടുത്തെ ജീവനക്കാരും ഇത് തന്നെയാണ് പറയുന്നത്. സർ, ഇവിടെ നിന്നുള്ളൊരു വാഹനങ്ങൾക്ക് പോകാനുള്ളൊരു സുരക്ഷ ഒരുക്കുന്നത്? തീർച്ചയായിട്ടും സുരക്ഷ ഒരുക്കും നമ്മൾ ഇവിടുന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ KSRTC ആവശ്യപ്പെടുന്ന കുറച്ച് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കും. അപ്പോൾ അവരാവശ്യപ്പെട്ടതിനെ തുടർന്നാണോ ഇപ്പോൾ രാവിലെ ഉള്ളൊരു പരിശോധന? അതെ.
ഇപ്പോൾ എത്ര ബസ്സുകൾ ഇവിടുന്ന് യാത്രയായിട്ടുണ്ട് സർവീസ്? 2 വണ്ടികൾ, ഹരിപ്പാട് വണ്ടിയും അതുപോലെ കോഴിക്കോടിലേക്കുള്ള ഒരു വണ്ടി യാത്ര ആരംഭിച്ചത്. യെസ്, അപ്പോൾ ഇപ്പോൾ മലപ്പുറം സി ഐ ആണ് സംസാരിച്ചത്. ഇവിടുന്ന് പോകുന്ന വാഹനങ്ങൾക്കുള്ളൊരു സുരക്ഷ ഒരുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൊതുവേ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ഓട്ടോറിക്ഷകൾ കാണുന്നുണ്ട്. മലപ്പുറം നഗരത്തിൽ ഓട്ടോറിക്ഷകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. മറ്റു വാഹനങ്ങളൊന്നും തന്നെ ഇല്ല. ചില സ്വകാര്യ വാഹനങ്ങൾ കൂടിയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. പൊതുവേ അപ്പോൾ കടകമ്പോളങ്ങളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോഴേ ആയിരിക്കും അതിൻ്റെ ഒരു ചിത്രം കുറച്ചുകൂടി വ്യക്തമാവുകയുള്ളൂ. KSRTC ബസ്സുകൾ എന്തായാലും അതിരാവിലെയുള്ള ബസ്സുകൾ ഇപ്പോൾ സർവീസ് ആരംഭിച്ചിരിക്കുന്നു. ഇനി അത് ഇവിടെ നിന്ന് പോകുന്നതിനുള്ളൊരു സുരക്ഷ ഒരുക്കുമെന്ന് പോലീസും അറിയിക്കുന്നു. ഇതാണ് മലപ്പുറം ജില്ലയിൽ ഒരു പൊതുചിത്രമുള്ളത്. ഒപ്പം തന്നെ ഈ സ്വകാര്യ ബസ്സുകൾ ഇന്നലെയും പണിമുടക്കിലായിരുന്നു. അപ്പോൾ ഇന്നുകൂടി സ്വകാര്യ ബസ്സുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് അത് നിശ്ചലമാകും എന്നുള്ളതാണ് ഒരു സ്ഥിതി. കാരണം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മാത്രമാണ് KSRTC ബസ്സുകളുള്ളത്. മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ കൂടുതലും സ്വകാര്യ ബസ്സുകളെ തന്നെയാണ് ഈ ജില്ലയും ആശ്രയിക്കുന്നത്. റിജിത്ത്, സ്മിത. വിപിൻ സി വിജയൻ മലപ്പുറത്തു നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പണിമുടക്ക് കാര്യമായി തന്നെ ജനങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ ഒരു ചിത്രം വ്യക്തമാവണമെങ്കിൽ ഏതാണ്ട് 8:30-9 മണി സമയത്തോടടുക്കണം. ഇപ്പോൾ നമ്മൾ കാണുന്നത് രാവിലെയുള്ള ദൃശ്യങ്ങളാണ്. പലയിടങ്ങളിലും ഓട്ടോറിക്ഷകളൊക്കെ ചെറിയ രീതിയിൽ സർവീസ് നടത്തുന്നുണ്ട്. സ്വകാര്യ ബസ്സുകളൊന്നും സർവീസ് നടത്തുന്നില്ല. സ്വാഭാവികമായും ജനം വലിയ രീതിയിൽ ബുദ്ധിമുട്ടാൻ തന്നെയാണ് സാധ്യത. കൊല്ലത്തെ വിവരങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. MG പ്രതീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രതീഷ്, എന്താണ് രാവിലെ ഈ സമയത്ത് പൊതുപണിമുടക്ക് അതിൻ്റെ 7ാം മണിക്കൂറിലേക്ക് കടക്കാൻ പോവുകയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാവിലെ നേരം പുലർന്ന് വരുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ ഏത് തരത്തിലാണത് പ്രതിഫലിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. കൊല്ലത്തെ കാഴ്ച എന്താണ് പ്രതീഷ്? അർജിത്ത്, ദേശീയ പണിമുടക്ക് കൊല്ലം ജില്ലയെ സാരമായി ബാധിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഈ നേരം പുലർന്ന ആദ്യ മണിക്കൂറുകൾ ആകുന്നതേ ഉള്ളൂ. പക്ഷേ അപ്പോഴും ഈ നിരത്തുകളിൽ പൊതുഗതാഗതം ഒന്നും തന്നെ ഇല്ല. സ്വകാര്യ ബസ്സുകൾ ഇന്നലെ മുതൽ തന്നെ പണിമുടക്കിലാണ്. ഇതിനു പുറമെ KSRTC ബസ്സുകൾ ഓടുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ്. ഈ ട്രെയിൻ ഇറങ്ങി വരുന്ന യാത്രക്കാരെ സംബന്ധിച്ച് സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമാണ് കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ഉള്ളത്. ദീർഘദൂര KSRTC സർവീസുകൾ മാത്രമാണ് കൊല്ലം ജില്ലയിലൂടെ കടന്നു പോകുന്നത്. അതാ ഈ തൃശ്ശൂർ, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ദീർഘദൂര KSRTC സർവീസുകൾ ഓടുന്നുണ്ട്. അതിനപ്പുറം മറ്റ് KSRTC സർവീസുകൾ ഒന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. ഈ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ ഇറങ്ങുന്ന യാത്രക്കാർ കൂടുതലും ഈ ഓട്ടോകളെയാണ് ആശ്രയിക്കുന്നത്. ഇതിനു പുറമെ ഈ സ്വകാര്യ വാഹനങ്ങൾ അവരുടെ തന്നെ ബന്ധുക്കൾ ഉൾപ്പെടെ വന്ന് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ഉള്ളത്. ഈ രാവിലെ തുറക്കുന്ന കടകമ്പോളങ്ങൾ ഒന്നും തന്നെ കൊല്ലം ജില്ലയിൽ ഇതുവരെയും തുറന്നിട്ടില്ല. ഇന്ന് ഈ ദേശീയ പണിമുടക്കുമായി പൂർണ്ണമായും സഹകരിക്കും എന്നതാണ് ഈ കൊല്ലം ജില്ലയിലെ വ്യാപാരികൾ ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ രാവിലെ 9 മണിയോടുകൂടി തന്നെ വലിയ റാലി നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ പൊതുവെ കൊല്ലം ജില്ലയിൽ ദേശീയ പണിമുടക്കിനോട് ഒരു പിന്തുണയാണ് വ്യാപാരികളും മറ്റ് വ്യക്തികളും നൽകിയിട്ടുള്ളത്. ഒപ്പം ഈ KSRTC സർവീസുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ജനങ്ങൾ കൂടുതലായി പുറത്തിറങ്ങുന്നില്ല. റോഡുകളിലും നിരത്തുകളിലും എല്ലാം തന്നെ സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. വരും മണിക്കൂറുകളിലും അതേ സാഹചര്യം തന്നെയായിരിക്കും കൊല്ലം ജില്ലയിലും ഉണ്ടാവുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു KSRTC ബസ് അവിടെ ഉണ്ട്. അതാ ഈ എറണാകുളം ഭാഗത്ത് നിന്ന് ഇവിടേക്ക് വന്ന KSRTC ബസ്സാണ്. ദീർഘദൂര ബസ്സുകൾ അത്തരത്തിൽ സർവീസുകൾ നടത്തുന്നുണ്ട്. അത് ഈ ട്രെയിൻ ഇറങ്ങി പോകുന്ന യാത്രക്കാർക്ക് ഒരു ആശ്വാസമാണ്. പക്ഷേ ഈ ദേശീയ പണിമുടക്ക് പലരും മുന്നിൽ കണ്ട് തന്നെയാണ് ഈ യാത്രകൾ തുടരുന്നത്. അതുകൊണ്ട് തന്നെ പലരും സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒപ്പം ഈ ഓട്ടോകൾ കൂടുതലായി സർവീസ് നടത്തുന്നുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിരവധി ഓട്ടോകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇവിടെ എത്തുന്ന യാത്രക്കാരെ ഓട്ടോകളിൽ അവിടേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ വരും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇനി ഒരു നേരത്തെ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 8-9 മണി ആകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു പൊതുചിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഓരോ ജില്ലയെയും എത്രത്തോളം ഈ പൊതു പണിമുടക്ക് ബാധിച്ചുവെന്ന് അറിയണമെങ്കിൽ നമുക്കൊരു 8-9 മണി വരെ കാണണം. ഇന്ന് സർക്കാർ ഓഫീസുകളിൽ ഡയസ്നോൺ പ്രഖ്യാപിച്ചെങ്കിൽ കൂടിയും ഈ കൂടുതൽ ആളുകളും എത്താൻ സാധ്യതയില്ല. വിവിധ സംഘടനകൾ പൊതു പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ഓഫീസുകളെയും ഇത് സാരമായി ബാധിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. റിജിത്ത, MG പ്രതീഷാണ് കൊല്ലത്തു നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുന്നു. തിരുവനന്തപുരത്തേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട്.
മനീഷ്, നേരത്തെ നമ്മൾ ഈ നേരം പുലർന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അർദ്ധരാത്രി തുടങ്ങിയ പണിമുടക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രതീതി എന്താണ് അവിടെ? നമ്മൾ നിരത്തുകൾ കാണുമ്പോൾ വലിയ രീതിയിലുള്ള വാഹനങ്ങളൊന്നും ഓടുന്നില്ല. നേരത്തെ മനീഷ് തന്നെ പറഞ്ഞിരുന്നു KSRTC ബസ്സുകൾ ഓടുന്നുണ്ടായിരുന്നില്ല. കൊല്ലത്ത് നിന്ന് വന്ന ആഡിപ്പോയിൽ നിന്ന് വന്ന ഒരു KSRTC മാത്രമാണ് നമുക്കപ്പോൾ നിരത്തിൽ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ 7 മണിയാകാറാകുമ്പോൾ എന്താണ് വിവരങ്ങൾ? ആരുമില്ല, എങ്ങനെ പോകുന്ന ഞാൻ ആലോചിക്കുന്നത്. ബസ് ഉണ്ടെങ്കിൽ അങ്ങനെ കയറി പോകായിരുന്നു. എന്താ ചെയ്യാനാണ്, ബസ് നിങ്ങൾ എന്തിനാ സമരത്തിൽ കിടക്കുന്നൊന്നും അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ ഒട്ട് വരത്തില്ലായിരുന്നു. ഇതെന്തിൻ്റെ സമരമാണ് നടക്കുന്നത്? ദേശീയ. ഓക്കെ ഓക്കെ, അറിയത്തില്ലായിരുന്നു. ഇത്രയും ജനങ്ങൾ ഇവിടെ കിടക്കുമല്ലേ, അവരെങ്ങനെ പോണേ? വീടെത്തണ്ടേ? നിങ്ങളെല്ലാം സഹകരിച്ച് എങ്ങനെയല്ലോ അവരെയൊക്കെ വീടെത്തിക്കണ്ടേ? ഒറ്റയ്ക്കാ. എൻ്റെ കൂടെ ഒരു സാർ ഉണ്ടായിരുന്നു. അവർ ഷൂട്ടിങ് പിന്നെ ചെന്നൈയിൽ. കോട്ടയം പോലീസ് സംരക്ഷണം ഉണ്ടേ ഓടുമെന്നാണ് പറഞ്ഞത്. ആലപ്പുഴയിൽ നിന്ന് വന്നു, ഷൂട്ടിങ് ഉണ്ടായിരുന്നു. മനീഷ് മഹിവാലാണ് തിരുവനന്തപുരത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ലഭ്യമാക്കുന്നത്. അവിടെ രാവിലെ മുതൽ തന്നെ ഈ പൊതുപണിമുടക്കിന്റെ ഒരു പതിവ് കാഴ്ചയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഒരു KSRTC ഡ്രൈവറുടെ പ്രതികരണത്തിലേക്ക് ബന്ധപ്പെട്ട ഒരാഴ്ച സർവീസ് പോകും. പോലീസ് സുരക്ഷ നൽകുകയാണെങ്കിൽ ഓടും എന്നുള്ള കാര്യം ചില KSRTC ഡ്രൈവർമാർ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ പലയിടങ്ങളിലും KSRTC സർവീസും തടസ്സപ്പെട്ട നിലയുണ്ട്. പോലീസ് വാഹനത്തിലൊക്കെ യാത്രക്കാരെ ചിലയിടങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നുണ്ട് എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഒരു 8:30-9 മണിയോടുകൂടി എന്താണ് ഈ പൊതുപണിമുടക്കിന്റെ പ്രതീതി എന്നുള്ള കാര്യം പൂർണ്ണമായി നമുക്ക് വ്യക്തമാകും. ഇത് രാവിലെയുള്ള കാഴ്ചകളാണ്. രാവിലെയുള്ള കാഴ്ചകളിൽ നിന്ന് പലയിടങ്ങളിലും വിവിധ നഗരങ്ങളിലെ കാഴ്ചകൾ ഞങ്ങളുടെ പ്രതിനിധികൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ചിലയിടങ്ങളിലൊക്കെ ഓട്ടോറിക്ഷകൾ ഈ ഘട്ടത്തിൽ സർവീസ് നടത്തുന്നുണ്ട്. അത് പലരും ഇന്നലെ നൈറ്റ് ഓടിയ ആളുകളൊക്കെയാണ്, നമ്മൾ ആ പ്രതികരണങ്ങളിൽ കണ്ടവരൊക്കെ. വരും മണിക്കൂറുകളിൽ ഓട്ടോകളും KSRTC ബസ്സുകളും ഒക്കെ സർവീസ് നടത്തുമോ എന്നുള്ളതാണ്. അത് പൊതുഗതാഗതത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതായിരിക്കും പൊതുപണിമുടക്കിന്റെ ഏറ്റവും പ്രകടമായ ചിത്രമായി നമുക്ക് മുമ്പിൽ ഉണ്ടാവുക. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പൊതുപണിമുടക്കിനോട് സഹകരിക്കണം എന്ന് ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 10 പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളാണ് ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. മനീഷ് മഹിവാൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. മനീഷ്, ഇപ്പോഴിതാ 7 മണിയാവാൻ പോകുന്നു. തിരുവനന്തപുരം നഗരത്തിലെ കാഴ്ച എന്താണ്? പ്രതികരണങ്ങളിൽ നിന്ന് ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ് മനീഷ്? റിജിത്ത്, ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ആളുകളാണ് വലഞ്ഞിട്ടുള്ളത്. അവർ ഈ പറയുന്ന സ്വകാര്യ ബസ്സുകളെ അല്ലെങ്കിൽ KSRTC ബസ്സുകളെ ആശ്രയിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി എത്തിയവർക്ക് ഇവിടെ എത്തി. പക്ഷേ ഇവിടെ തമ്പാനൂർ ഡിപ്പോയിൽ നിന്നും ഒരു KSRTC ബസ് പോലും സർവീസ് നടത്തിയിട്ടില്ല. ഇവിടെ ഇതാ ഒരു ബസ്സുണ്ട്, സർവീസ് നടത്താൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ ഇതുവരെയും ആ വാഹനം എടുത്തിട്ടില്ല. അധികാരികൾ ഈ ബസ് ഓടാനുള്ള അനുമതി നൽകുകയാണെങ്കിൽ മാത്രം ഇവിടെ നിന്നും ഈ ബസ് എടുക്കുകയുള്ളൂ, സർവീസ് നടത്തുകയുള്ളൂ എന്നാണ് നിലവിൽ ഈ ബസ്സിന്റെ ഡ്രൈവർ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ബസ്സിലേക്ക് ആളുകൾ കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ കൂടി ബസ് ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. സമരാനുകൂലികൾ ഇവിടെ ഈ KSRTC ഡിപ്പോയിൽ അകത്തുകൂടി ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ബസ്സുകൾ സർവീസ് നടത്തുകയാണെങ്കിൽ അത് തടയും എന്ന് ഇത് കൂടി അറിയിക്കുന്നുണ്ട്. റേഷനോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ചുരുക്കം ചില ഉദ്യോഗസ്ഥർ ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കൂടി സർവീസുകളൊന്നും നടത്തുന്നില്ല എന്ന പ്രത്യേകത കൂടിയാണുള്ളത്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തി എങ്ങോട്ട് പോകണം എന്നറിയാതെ വലയുന്നുണ്ട്. ചേട്ടാ, എവിടെ പോനാ? ഇപ്പൊ എങ്ങനെ ഇവിടുന്ന് അടുത്താണല്ലോ, പക്ഷെ ഇങ്ങോട്ടേക്ക് പോകല്ലേ? അങ്ങനെ ചില ആളുകൾ ദൂരെ സ്ഥലത്ത് ആലപ്പുഴയിലേക്കും ഒക്കെ തന്നെ കോട്ടയത്തേക്കൊക്കെ തന്നെ പോകാനുള്ള ആൾക്കാരുണ്ട്. എവിടെ പോനാ ചേട്ടാ? എനിക്കിവിടെ കാര്യമായിട്ട് പോയാൽ കാര്യമായിട്ട് ബസ്സില്ലല്ലോ, എവിടെ പോകാനൊന്നും ബസ്സിൽ ഇവിടെ അല്ലെങ്കിൽ തങ്ങും, പോയില്ലെങ്കിൽ തങ്ങും. അല്ല പിന്നെ രാവിലെ ഇവിടെ വർക്ക് ചെയ്യണം, സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞു. അതില്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത നാളെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാം, കുഴപ്പമില്ല. ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ വണ്ടിയില്ല. അങ്ങനെയാണ് ഇങ്ങോട്ട് ഇറങ്ങി. ലോങ് കാണുമല്ലോ, അപ്പോൾ MC റോഡ് വഴി പോകാനുള്ള
രജിത്ത്, ഇവിടെ കൊട്ടാരക്കരയിലേക്ക് പോകാനുള്ള ഒരു ബസ്സായിരുന്നു റെഡി ആയിരുന്നത്. പക്ഷേ ആ ബസ് ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡ്രൈവറോട് തന്നെ ചോദിച്ചിട്ട് ഈ ബസ് എപ്പോൾ പുറപ്പെടും? ബസ് ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തതല്ല, നെയ്യാറ്റിൻകരയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം പോകാൻ കഴിയുന്ന സാഹചര്യമാണ്. ഫ്രണ്ടിലെല്ലാം വണ്ടി കിടപ്പുണ്ട്. അത് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോകും. ഇല്ല മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ സർവീസ് KSRTC സർവീസ് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ജീവനക്കാരായ തയ്യാറായി വന്നതാണ്, സർവീസ് നടത്താനും തയ്യാറാണ്. എല്ലാവരും സർവീസ് നടത്തുന്നില്ലല്ലോ. അല്ല, അത് ചിലപ്പോൾ പണിമുടക്കിൽ പങ്കെടുത്തവരായിരിക്കും. ഞാൻ പണിമുടക്കിൽ പങ്കെടുത്തിട്ടില്ല, പങ്കെടുക്കുന്നില്ല. എത്ര ആളുകൾ പങ്കെടുക്കുന്നില്ലായിരിക്കും? അല്ല, നെയ്യാറ്റിൻകരയിൽ ഏതാണ്ട് ഞാൻ എൻ്റെ 6:15 സർവീസ് തുടങ്ങിയത്. അതിന് മുമ്പ് തന്നെ 20 കൂടുതൽ സർവീസ് അവിടെ പോയി കഴിഞ്ഞു. അതിനുശേഷമാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ പല ഡിപ്പോയിലും തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പക്ഷെ എനിക്കറിയില്ല, നെയ്യാറ്റിൻകരയിൽ എന്തായാലും 20 കൂടുതൽ സർവീസ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ആരംഭിച്ചത്. ഇവിടെ ഈ ബസ്സുകൾ മുന്നിൽ ഇരിക്കുന്നതിന്റെ പ്രശ്നമുള്ളൂ, അതോ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരെങ്കിലും ഇവിടെ കടത്തി വിടാത്ത പ്രശ്നമുണ്ടോ? ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് ഫ്രണ്ടിൽ വണ്ടി തടസ്സമായി നിൽക്കുന്നതാണ്. അപ്പോൾ ആ ഫ്രണ്ടിലുള്ള തടസ്സം മാറി കഴിഞ്ഞാൽ ഞാൻ സർവീസ് പോകാൻ തയ്യാറാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഡിപ്പാർച്ചർ രേഖപ്പെടുത്തി വിടാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തയ്യാറാവുകയും വേണം. തയ്യാറായിട്ടില്ല? അല്ല, അത് അറിയില്ല. ഇവിടെ പോയിട്ടുണ്ട്, കണ്ടക്ടർ പോയിട്ടുണ്ട്, വന്നാലേ അറിയാം. എത്ര പേരുണ്ട് ഇപ്പോൾ ബസ്സിനകത്ത് യാത്രക്കാരായിട്ട്? സീറ്റിംഗ് കപ്പാസിറ്റി കൂടുതലുണ്ട്. കണ്ടക്ടർ ഉണ്ടല്ലോ അല്ലേ? സന്നദ്ധരായ ചില ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജീവനക്കാർ കൂടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് നിന്നാണ് ഇവിടേക്ക് എത്തിയത്. പക്ഷേ ഇവിടെ നിന്നും ബസ് പോകാനുള്ള പ്രശ്നങ്ങളുണ്ട്. മുൻവശത്ത് ചില ബസ്സുകൾ കിടപ്പുണ്ട്. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ അനുമതി കൂടി ലഭ്യമാക്കണമെന്നുള്ള ആവശ്യമുണ്ട്. ചേച്ചി എവിടെ പോകാൻ? ആര്യനാട് പുറന്തോട്. നമ്മൾക്ക് യാത്രക്കാരെങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്, ഒരു വാഹനത്തിനും ബുദ്ധിമുട്ടിക്കരുത് സമരക്കാർ. എവിടെന്നാ വരുന്നത്? ഞാൻ പിന്നെ ഇവിടുന്ന് വടകരന്ന് യാത്ര ചെയ്യണ. എൻ്റെ മോളുണ്ട് ആര്യനാട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് 2 പിഞ്ച് കുഞ്ഞുങ്ങൾ അവർക്ക് സുഖമില്ലാഞ്ഞിട്ട് പോകുന്നതാണ്. ജോലി സ്ഥലത്തുനിന്ന് വരികയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് ദൂരെ നിന്ന് വന്ന് ഇവിടെ എത്തി പണിമുടക്ക് ദിവസം വലയുന്ന ഇതുപോലുള്ള ഒരുപാട് മനുഷ്യർ ഈ തലസ്ഥാന നഗരിയിൽ നമുക്ക് കാണാൻ കഴിയും. തിരുവനന്തപുരത്ത് നിന്നാണ് മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകുന്നത്. അവിടെ ഇപ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ച, നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള ഒരു KSRTC ബസ് അവിടെ എത്തിയിട്ടുണ്ട്. അത് പുറപ്പെടാൻ തന്നെ തയ്യാറായി നിൽക്കുകയാണ്. അവിടെ നിന്നുള്ള ചില നടപടിക്രമങ്ങൾ പാലിച്ചാൽ മുൻപിലുള്ള ബസ്സുകൾ മാറിയാൽ പോകുമെന്ന് തന്നെയാണ്. ആ ബസ്സിൽ അത്യാവശ്യം യാത്രക്കാരുണ്ടെന്ന് ആ ഡ്രൈവർ തന്നെ പറയുകയുണ്ടായി. അതുപോലെ കുറേ ജീവനക്കാർ, KSRTCയിലെ ജീവനക്കാർ ഇന്ന് പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല. കാരണം ഇന്നലെ ഗതാഗത മന്ത്രി തന്നെ പറഞ്ഞിരുന്നു പണിമുടക്കിൽ KSRTC പങ്കെടുക്കുന്നില്ല എന്നുള്ള വിവരം. അതിനെ തുടർന്ന് അവരെല്ലാവരും തന്നെ പണിമുടക്കിൽ പങ്കെടുക്കാതെ വണ്ടി ഓടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ബാക്കി എല്ലായിടത്തും ഏറെക്കുറെ ഹർത്താലിന് സമാനമായ സാഹചര്യമാണ്. ഇനി മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ടെക്സസിലെ മിന്നൽ പ്രളയത്തിൽ മരണം 110 ആയിട്ടുണ്ട്. കെർകൗണ്ടിയിൽ മാത്രം 161 പേരെ കാണാതായി എന്നാണ് റിപ്പോർട്ട്. മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. ഈ ടെക്സസിലെ ഓരോ ദിവസവും മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണ്. ക്യാമ്പിലുണ്ടായിരുന്ന കുട്ടികളെല്ലാവരും മരിച്ചു എന്നുള്ള വാർത്ത ഇന്നലെ വൈകിട്ടോടെ വന്നിരുന്നു. അപ്പോൾ ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഈ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണല്ലോ. അവിടെയുള്ള ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഈ ഫ്ലഡിന്റെ ഒരു സിറ്റുവേഷൻ, മിന്നൽ പ്രളയം, അതൊക്കെ ഒന്ന് ശമിച്ച മട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്, സ്മിത. പ്രളയത്തിനുള്ള സാധ്യത ഇനിയും ഇല്ലെന്നുള്ള സൂചനകളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ ഈ മരണനിരക്ക് ഉയരുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 110 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 170ഓളം പേരെ ആയിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ റിജിത്ത് പറഞ്ഞ പോലെ കെർകൗണ്ടിയിലാണ് 87 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ഇവിടെ ആയിരുന്നു ഈ പ്രളയത്തിന്റെ പ്രഭവ കേന്ദ്രവും ഈ മിസ്റ്റിക് ക്യാമ്പ് സ്ഥിതി ചെയ്തതും ഇവിടെ ആയിരുന്നു. ഇതിൽ 57 പേര് മുതിർന്നവരാണ്, 30 കുട്ടികൾക്കാണ് ഇവിടെ ഉണ്ടായിരുന്ന അവർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇതിന്റെ തൊട്ടടുത്ത ട്രാവിസ് കൗണ്ടിയും അതുപോലെ അതിനടുത്തുള്ള കെൻഡൽ കൗണ്ടിയിലും 7 പേർക്ക് വീതം ജീവൻ നഷ്ടപ്പെട്ടു. ഗവർണർ ഗ്രെഗ് അബോട്ട് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞത് അവസാനത്തെ ആളെയും കണ്ടെത്തും വരെ ഈ തെരച്ചിൽ വളരെ ഊർജിതമായി തുടരുമെന്നാണ്. തന്നെയുമല്ല, വലിയ തോതിൽ വിമർശനമുണ്ട്, ഈ കൃത്യമായ അപായ സൂചനകൾ നൽകിയില്ല എന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഗവൺമെന്റിന്റെ നിയമസഭാ സെഷനിൽ എമർജൻസി അലേർട്ട് സിസ്റ്റം ഈ ഭാഗത്ത് കൊണ്ടുവരുന്നതിനെ പറ്റി ചർച്ച ചെയ്യുമെന്നും ഗവർണർ ഉറപ്പു നൽകിയിട്ടുണ്ട്. അത് അദ്ദേഹം പറയുന്നത് ഹാർവി ചുഴലിക്കാറ്റിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ മരണങ്ങൾ ആണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. അത്ര വിനാശകരമായ ഒരു പ്രളയമായിരുന്നു ഇത്. ഈ ഹാർവി ചുഴലിക്കാറ്റിന്റെ സമയത്ത് ടെക്സസിൽ, അതായത് 2017 ഏതാണ്ട് 68 പേർക്കായിരുന്നു അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. ഇപ്പോൾ ഇവിടെ മഴ മാറി നിൽക്കുകയാണ്. എന്നിരുന്നാലും
എന്നിരുന്നാൽ തന്നെ ചെറിയ കാറ്റിനും അതുപോലെ മഴയ്ക്കുമുള്ള സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന 5 ക്യാമ്പിലുണ്ടായിരുന്ന 5 പേർക്കും അതുപോലെ ഒരു കൗൺസിലറിനും വേണ്ടി ഊർജിതമായിട്ടുള്ള അന്വേഷണം തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുക. ഇതുകൂടാതെ മറ്റൊരു കുട്ടിക്കായിട്ടുള്ള തെരച്ചിൽ നടക്കുന്നതായിട്ടാണ് ഗവർണർ പറഞ്ഞത്. ഇപ്പോൾ അമേരിക്കയുടെ ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ് സെക്രട്ടറി റോബർട്ട് എഫ് കെന്നഡിയുടെ ഇവിടെ ഈ ടെക്സസിൽ പബ്ലിക് ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്തരം ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് വഴി ടെക്സസ് ഗവൺമെന്റിന് കൂടുതൽ ആരോഗ്യ മേഖലയിലുള്ള കുറെ റിസോഴ്സസുകൾ ഉപയോഗിക്കാനുള്ള സാധ്യത ലഭിക്കും. അത് മാത്രമല്ല രാജ്യത്തിനുടനീളമുള്ള ആരോഗ്യ പരിരക്ഷാ മേഖലയിലുള്ളവർക്ക് വേഗത്തിൽ ടെക്സസിലെത്താനും അവരുടെ കാര്യങ്ങൾ ഇടപെടാനും അതുപോലെ ഈ അതിജീവിച്ചവരെയും ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കെർക്കൗണ്ടിൽ മാത്രം 161 പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം. മരണസംഖ്യ 110ലേക്ക് എത്തിയിട്ടുണ്ട്. അത് കുത്തനെ ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. വയനാട് ബത്തേരി സ്വദേശി ഹേമചന്ദ്രൻ കൊലപാതകത്തിൽ മുഖ്യ സൂത്രധാരൻ നൌഷാദിനെ ഇന്ന് കോഴിക്കോട് എത്തിക്കും. ഇന്നലെ രാത്രി ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത നൌഷാദിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. ദീപക് ധർമ്മടം കോഴിക്കോട്ട് എന്ന വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, ഇതിൽ ഇനിയിപ്പോൾ മുഖ്യപ്രതി കൂടി പോലീസിന്റെ ചോദ്യമുനയിലേക്ക് വരാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് പ്രതികൾക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുക, കൂടുതൽ വ്യക്തത വരുത്തുക, നിലവിൽ ലഭ്യമായിരിക്കുന്ന ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകളടക്കം നിരത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് ഇനി കടക്കുക. അതാണ് പോലീസിന് മുന്നിലുള്ള അടുത്ത നടപടി. ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ, പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും ദീപക്? റിജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ഈ കേസിൽ അൺഡിറ്റക്റ്റഡ് ആയി കണ്ടെത്താതെ തെളിയാതെ പോകുന്ന 100 കണക്കിന് തിരോധാന കേസുകളിൽ ഒന്നായി കോഴിക്കോട്ടെ ഈ തട്ടിക്കൊണ്ടുപോകൽ കേസ് കൂടി മാറുമായിരുന്നു. ആ ഘട്ടത്തിലാണ് ശാസ്ത്രീയമായ കുറ്റാന്വേഷണത്തിലൂടെ ഒരു പെൺസുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ച് പുറത്തേക്കിറക്കിയതിനെ തുടർന്ന് നടത്തിയ സൈബർ അന്വേഷണം, ആ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ നൌഷാദിനെ വിദേശത്ത് നിന്നും എത്തിച്ചു. കർണാടകത്തിൽ ബംഗളൂരുവിലാണ് എത്തിച്ചത്. ബംഗളൂരു എമിഗ്രേഷൻ പിടിച്ചുവെച്ചു. അതിനുശേഷം കർണാടകത്തിലെ പോലീസിന് കൈമാറി, ബംഗളൂരു എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ കൈമാറി. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് കർണാടക എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ മുഖ്യപ്രതി നൌഷാദിനെ കേരള പോലീസിൻ്റെ അന്വേഷണ സംഘം ഏറ്റുവാങ്ങുന്നതാണ്. അതായത് കസ്റ്റഡിയിലെടുക്കുകയാണ്. കേരളത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് രാവിലെ തന്നെ കേരളത്തിലെത്തും. എത്തിക്കഴിഞ്ഞാൽ നേരെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ACP A ഉമേഷ്, അദ്ദേഹത്തിനാണ് ഇപ്പോൾ താൽക്കാലിക ചുമതല അന്വേഷണത്തിൻ്റെ, അദ്ദേഹത്തിന് മുൻപാകെ ഹാജരാക്കും. ഇപ്പോൾ സിറ്റി സൈബർ സ്റ്റേഷനിലെ IP KK ആഗീഷിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേരളത്തിൽ നിന്നും കർണാടകത്തിലെത്തി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇനി വിശദമായ ചോദ്യം ചെയ്യലിനൊപ്പം തന്നെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യും. അറസ്റ്റ് റെക്കോർഡിംഗ് കഴിഞ്ഞാൽ റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇതിൽ കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം നീങ്ങും. ഇതിൽ ഒരു കൊലപാതക കേസിൽ സ്ത്രീകൾ പോലും ഗൂഢാലോചനയിൽ പങ്കാളികളാവുന്ന ഒരു സാഹചര്യം ഈ കേസിലുണ്ടാകും. വളരെ ആസൂത്രിതമായി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി രഹസ്യമായി ഒരു കാട്ടിൽ ആനത്താരയിൽ മറച്ചു വെച്ച ഒരു കേസ്. 1 വർഷം, അതായത് മാർച്ച് 20-നാണ് തട്ടിക്കൊണ്ടുപോകുന്നത്. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നും പെൺസുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ചാണ്. വളരെ ആസൂത്രിതമായി നൌഷാദ് നടത്തിയ ഒരു കൊലപാതകമാണിത്. അതുകൊണ്ട് തന്നെ നൌഷാദിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും മനസ്സിലാവുന്നത്. റിജിത്ത്, സ്മിത. വാർത്തകളിലേക്ക് വീണ്ടും. നിപ്പ സ്ഥിരീകരിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ 485 പേരാണ് ഉള്ളത്. മലപ്പുറം 192, പാലക്കാട് 176, എറണാകുളത്ത് 2, കണ്ണൂരിൽ 1 എന്നിങ്ങനെയാണ് ഈ കണക്കുകൾ. ഷാഹിദ് റഹ്മാനാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അത് നിപ്പ ജാഗ്രത നമ്മൾ തുടരുന്നുണ്ട്. അതിനിടയിൽ തന്നെ രോഗബാധിതയായ യുവതിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട്. ആരോഗ്യവകുപ്പ് അവലോകന യോഗം ചേർന്ന കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. തുടർ നടപടികളും കർമ്മപദ്ധതികളും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ച് നിരന്തരമായ കൂടിയാലോചനകളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. എന്താണ് നിപ്പ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പങ്കുവെക്കാൻ കഴിയുന്ന കണക്കുകൾ, പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ഈ സമ്പർക്ക പട്ടികയുടെ കാര്യത്തിലടക്കം പുതുതായി പുറത്തുവരുന്ന കണക്കുകൾ എങ്ങനെയാണ് ഷാ?
അർജിത്, സ്മിത, ഗുഡ് മോർണിംഗ് അഗൈൻ. അതായത് നിപ്പ ആശങ്ക അത് പൂർണ്ണതോതിൽ പോയിട്ടില്ല, പക്ഷേ അതീവ ജാഗ്രതയിലാണ് ജില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രത്യേക ഇത്തരത്തിൽ ICUവിൽ ചികിത്സയിൽ കഴിയുന്ന ഈ യുവതിയെ സംബന്ധിച്ചിടത്തോളം നില കുറച്ച് ഗുരുതരമാണ് എന്നുള്ളതാണ്. എങ്കിൽ പോലും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം ഇതുമായി ബന്ധപ്പെട്ട നടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി മലപ്പുറത്തെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ മേഖലയിലെ വിദഗ്ധരുമായിട്ട് കൂടിയാലോചനകൾ നടത്തുകയും ഏറ്റവും മികച്ച ചികിത്സ തന്നെ ആ രോഗിക്ക് ലഭ്യമാക്കണമെന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ അവലോകന യോഗത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല, ഓരോ ദിവസവും ഈ രോഗിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൃത്യമായിട്ട് നിരീക്ഷണം നടത്തി വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും രോഗി നിലവിൽ വെന്റിലേറ്ററിലാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുക. നിലവിൽ സംസ്ഥാനത്ത് 485 പേരാണ് ഈ നിപ്പയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ സമ്പർക്ക പട്ടികയിൽ ഉള്ളത് എന്നുള്ളതാണ്. മലപ്പുറത്ത് 192, പാലക്കാട് 176, എറണാകുളത്ത് 2, കണ്ണൂരിൽ 1 എന്നിങ്ങനെയാണ് നിലവിലെ സാഹചര്യത്തിലുള്ള കണക്കുകൾ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിൽ മലപ്പുറത്ത് 18 പേരാണ് ചികിത്സയിലുള്ളത് എന്നുള്ളതാണ്. എങ്കിൽ പോലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നലെ ഏറ്റവും ഒടുവിൽ വന്ന റിസൾട്ട് പോലും നെഗറ്റീവാണ് എന്നുള്ളത് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇനിയുള്ള റിസൾട്ടുകളും അങ്ങനെ തന്നെയാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരമൊരു ശുഭപ്രതീക്ഷ വെച്ചു പുലർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. മാത്രമല്ല, ഒരാൾ ചികിത്സയിലുണ്ട് എന്നുള്ളത്, അതായത് മലപ്പുറം ജില്ലയിൽ ഒരാൾ ചികിത്സയിലുണ്ട് എന്നുള്ളത് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാട് 3 പേർ ഐസൊലേഷനിലാണ് എന്ന ഒരു വിവരവും ഇപ്പോൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. പാലക്കാട് ജില്ലയിൽ ഇതുവരെ 7 സാമ്പിളുകളാണ് നെഗറ്റീവ് ആയിട്ടുള്ളത് എന്നുള്ളതുമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതി പാലക്കാടുള്ളതാണ്. അപ്പോൾ ഈ യുവതിയുമായി ബന്ധപ്പെട്ടുള്ള സമ്പർക്ക പട്ടികയിലുള്ള 7 പേരുടെ പരിശോധനാ ഫലമാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതാണ് നെഗറ്റീവ് ആയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് ഇപ്പോൾ എന്തായാലും സാഹചര്യമില്ല. എന്തായാലും രോഗിയെ സംബന്ധിച്ചിടത്തോളം രോഗിയുടെ നില കുറച്ച് ഗുരുതരമാണ്. ശരി, രോഗബാധിതയുടെ ആരോഗ്യനില ഗുരുതരമാണ്. സമ്പർക്ക പട്ടികയിൽ 485 പേരാണുള്ളത്. പക്ഷേ ഒരാശ്വാസം എന്ന് പറയാവുന്നത് ഈ തുടർച്ചയായി പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.